അപ്പോൾ അങ്ങ് തെലുങ്ക് ദേശത്തു നിന്ന് ഒരു ട്രെയിലർ വന്നിട്ടുണ്ട്. റക്കസ എന്നാണ് പടത്തിൻ്റെ പേര്. വേറെ ഡീറ്റെയിൽസ് ഒന്നും അറിയത്തില്ല. അതെ, നമ്മൾ റിയാക്ട് ചെയ്യാൻ ഇനി എന്തുണ്ട് എന്ന് നോക്കിയ സമയത്ത് നമുക്ക് യൂട്യൂബിൽ സജഷൻ വന്നതാണ്. സോ നമുക്കതൊന്ന് കണ്ടു നോക്കാം. ഫാൻറ്റസി ബ്രഹ്മരാക്ഷസ്. അതാണോ ഐഡിയ? ബ്രഹ്മരാക്ഷസ് చాలా పెద్దగా ఉంది. ఎంత పెద్దగా ఉంటే అంత దిగుద్దా? రాత్రి ఏం జరిగింది? పడుకోవడం లేట్ అయింది. కలపడం ఉందా? నా హిస్టరీ నీకు తెలియదు. ఏ డిలీట్ చేస్తారా? ఊరికి వచ్చిన దగ్గర నుంచి నా జీవితంలో చెప్తుంది అర్థం కావట్లేదు. తీరు, నీ ప్రాబ్లమ్స్ అన్నీ పోతాయి. ముందుగా ఉల్క రాలుతుంది. రాత్రికి రాత్రి పశువులు కళేబరాలుగా మారుతాయి. హెచ్చరికలు వచ్చాయంటే ఇక ఊరు ఉల్లకాడు. బతికి బయటపడాలంటే బలి పంపాల్సిందే. అబ్బా చా, ఈ మాత్రం దానికే లోపల నీకు ఉంటుంది అసలైన మ్యూజిక్. వలయం నుంచి తప్పించుకోవాలి. మానస సార్ తప్పించుకోవాలని చూసిన അതാ ട്രഷർ అంటే నేను ഇപ്പോൾ 3 അല്ലേ? ഏപ്രിൽ 3. അതായത് അവിടുത്തെ ഒരു ഫൺ പടം ഉണ്ടല്ലോ, ഈ ടൈപ്പ് കൂടെ പടം. അതായത് ഫാൻറ്റസി ഫണ്ണ് കോമഡി, അതാണ് ജോണർ. ഫാൻറ്റസി ഹൊറർ കോമഡിയാണ്. അപ്പോൾ ഹൊറല്ല, ഫാൻറ്റസി കോമഡി എന്ന് വേണം പറയാൻ. അതായത് അവിടെ ഉണ്ടാകുന്ന അവിടെ ഒരുപാട് അല്ലേ ഈ ടൈപ്പ് കുറച്ച്, അതായത് കുറച്ച് പീരിയഡ് എലമെൻറ്റുകളുള്ള ഈ ഫാൻറ്റസി പടങ്ങളുടെ ഒരു വലിയ ശേഖരം തന്നെ തെലുങ്ക് നാട്ടിലുണ്ട്. അതിനകത്തൊരു കോമഡി കൂടെ മിക്സ് ചെയ്തൊരു സാധനമാണെന്ന് തോന്നുന്നു. ഇത് കണ്ടിട്ടൊരു പ്രൊഡക്ഷൻ ക്വാളിറ്റി വൈസൊക്കെ അത്യാവശ്യം വൃത്തിയുണ്ട് മൊത്തത്തിൽ. പിന്നെ ഈ ആർട്ടിസ്റ്റൊന്നും വലിയ പരിചയമില്ല എനിക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ അറിയില്ല. ഇപ്പോൾ ഇതുപോലെ ഈ പടം നല്ല റെസ്പോൺസ് ആണെങ്കിൽ മാത്രമായിരിക്കും ചിലപ്പോൾ മറ്റു ലാംഗ്വേജിലൊക്കെ ഡബ് ചെയ്ത്. ഇതിപ്പോൾ ഡയറക്റ്റ് തെലുങ്ക് മാത്രമുള്ളതെന്ന് തോന്നുന്നു. ഇത് ആയിക്കോട്ടെ ഹിറ്റാൻ ചാൻസ്. അതെ, കുറച്ച് ഫണ്ണ് ഉണ്ട്. ഇപ്പോൾ ട്രെയിലർ നമുക്ക് കാണാൻ അറിയാം, കുറച്ച് ഫണ്ണുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇത് രണ്ടും കൂടി ഇങ്ങനെ നല്ല രീതിയിൽ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുപോയാൽ പറ്റിയാൽ നല്ല രസമായിരിക്കും തോന്നുന്നു. അതായത് നോക്കാം. ആ ലാസ്റ്റ് ഷോട്ട് മറ്റേ ഭയങ്കര ഹിറ്റായ മറ്റേ ഒരു കുറേ ഇതുണ്ടല്ലോ, വീഡിയോസൊക്കെ ഉണ്ടല്ലോ. ഒരുത്തെ പെട്ടെന്ന് സൂപ്പർ പവർ കിട്ടി, അങ്ങനെയാണെങ്കിൽ ആദ്യം ചെയ്യുന്ന പരിപാടി ഇതാ. ഇതുണ്ട്, അതെല്ലാവരും ഇങ്ങനെ വെക്കുന്നു, പിടിക്കുന്നു. അപ്പോൾ നമ്മൾ പടം വരട്ടെ. ഏപ്രിൽ 3 ഇവിടെയൊക്കെ റിലീസ് കുറവായിരിക്കും. ഇറങ്ങണ തന്നെ എന്താണ് അതിൻ്റെ റെസ്പോൺസ് എന്ന് നോക്കട്ടെ നമുക്ക്. എന്നിട്ട് നമുക്ക് കാണാനുള്ള അവസരം ഉണ്ടെങ്കിൽ കാണാം.